വാഗ്ദാനങ്ങളുമായി ബി.ജെ.പി. സമീപിച്ചിരുന്നു എന്നാവർത്തിച്ച് ശശി തരൂർ എം.പി. 2006-ലും 2014-ലും അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു. സമീപിച്ചവരോട് വർഗീയതയെ അംഗീകരിക്കാനാകില്ലെന്ന് മറുപടി നൽകിയെന്നും തരൂർ റിപ്പോർട്ടർ അശ്വമേധത്തിൽ വെളിപ്പെടുത്തി. കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതിനിടെയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ. ബി.ജെ.പിയുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ട നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നതായി തരൂർ വ്യക്തമാക്കി. 2014-ലും ചർച്ച നടന്നിരുന്നതായി തരൂർ. അവരും എൻ്റെ ഒപ്പം അവരൊപ്പം സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെയാണ് എൻ്റെ നിലപാട് എടുത്തത്. അവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വർഗീയത മാത്രം എനിക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ വർഗീയതയുമായി സന്ധി ചെയ്യാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയുടെ ഓഫറുകൾ തള്ളിക്കളഞ്ഞതായി തരൂർ. അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചകളുടെ മറ്റു വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പക്ഷേ ശശി തരൂർ തയ്യാറല്ല. 2014-ൽ അവർ ഇങ്ങനെയൊരു ക്ഷണം ആയിട്ടാണോ വെച്ചത്, അതല്ല ഒരുമിച്ച് സഹകരിക്കാമോ ഇത്രയും റീഡിംഗ് ഉള്ള? ഞാൻ കൂടുതൽ പറയുന്നതിന്റെ കാരണം ചിലപ്പോൾ ചില സംസാരങ്ങൾ വാതിലടച്ച് ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഇപ്പോൾ സംസാരിച്ച കാര്യമില്ല. തനിക്ക് ഇഡിയെ പേടിയില്ലെന്നും ശശി തരൂർ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.